സദൃശ്യവാക്യം 12-ാം അധ്യായം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവർ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറഞ്ഞു വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിക്കോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവരെക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നതിന് ആഹാര സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, നീതിമാനോ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞുപോകും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നും, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഭോഷൻ്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തുന്ന പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖം പ്രദം. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തെ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദമും. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗങ്ങൾ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. നെവർ ഗിവ് അപ്പ് ദി മക്കളെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. സദൃശ്യവാക്യം 12-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നെവർ ഗിവ് അപ്പ്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ അധരങ്ങൾ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യാനായി ഇന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നെവർ ഗിവ് അപ്പ്.